നമസ്കാരം. മിഷൻ 24 വാർത്തകളിലേക്ക് സ്വാഗതം. കോവിഡിനെ അതിജീവിച്ചതുപോലെ സിന്തറ്റിക് ലഹരിയെ അതിജീവിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി രംഗത്തു വരണമെന്ന് നാദാപുരം ഡിവൈഎസ്പി AP ചന്ദ്രൻ പറഞ്ഞു. അരൂർ പ്രിയദർശിനി ചാരിറ്റബിൾ ട്രസ്റ്റ് കല്ലുംപുറത്ത് സംഘടിപ്പിച്ച ലഹരി ഇല്ലാത്ത പുലരി ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നേരത്തെ കോവിഡ് വന്നപ്പോഴേക്ക് ഗവൺമെന്റ് എല്ലാവരും കൂടി നമ്മൾ അതിനെ അതിജീവിച്ചൊരു പോരാട്ടം നടത്തിയ ആൾക്കാരാണ് നമ്മൾ. ആ തരത്തിലേക്ക് അന്ന് ഗവൺമെന്റ് അടക്കം നമുക്ക് എന്നെ മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തി അതിന്റെ ഗൗരവം മനസ്സിലാക്കി പിന്നീട് അങ്ങോട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി ആ ഒരു അവസ്ഥയെ അതിജീവിച്ച ജനതയാണ് നാം. മനുഷ്യന് അങ്ങനെ ഒരു കഴിവുണ്ട്. ഏത് സാഹചര്യത്തെയും അതിജീവിക്കാനുള്ള കരുത്ത് അതിജീവിക്കാനുള്ള മനുഷ്യന് തന്നെയുള്ളൂ. ആ അതിജീവനത്തിന് നമ്മൾ നാട് മൊത്തം ഒന്നായപ്പോൾ അന്ന് അതിന്റെ റിസൾട്ട് ഉണ്ടായി നമ്മൾ പഴയ രീതിയിലേക്ക് വന്നു. ഇന്ന് അതേപോലെ സംഘടനകളും ഗവൺമെന്റും എല്ലാം വളരെ ഗൗരവത്തിൽ കാണുന്ന അല്ലെ പോരാടേണ്ടുന്ന പ്രതിരോധിക്കേണ്ട ഒരു അവസ്ഥയായി ഈ സിന്തറ്റിക് ഡ്രഗ്സ് മാറുകയാണ്. പ്രത്യേകിച്ചും നമ്മൾ സ്കൂളിലേക്ക് അയക്കുന്ന കുട്ടികളടക്കം ഇതിന്റെ കെണിയിലേക്ക് പെട്ടുപോയി എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്ന കല്ലുംപുറം ഇവിടെ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഈ ഡ്രഗ്സിന് അടിമപ്പെട്ട അല്ലെങ്കിൽ അഡിക്റ്റായ അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്ന ചെറുപ്പക്കാർ ഈ പ്രദേശത്തുണ്ടാവും. ആ രീതിയിലേക്ക് ഇതിന് വിപണനവും അതേപോലെ ഉപയോഗവും ചെറിയ ഉൾനാടുകൾ അടക്കം വന്നിരിക്കുകയാണ്. എവിടെയാണ് നമുക്ക് പാളിച്ച പറ്റിയിരിക്കുന്നത്? അത് നമ്മൾ ആദ്യം ആലോചിക്കണം. എന്നിട്ട് നമുക്കിതിനെ പ്രതിരോധിക്കാൻ പറ്റില്ല. കേവലം നിയമങ്ങൾ കൊണ്ടോ എക്സൈസോ പോലീസിനോ കൊണ്ടോ മാത്രം ചെയ്യാവുന്ന ഒരു ജോലിയല്ല ഇത്. ഇത് കുടുംബങ്ങളിൽ നിന്നും പ്രതിരോധിച്ച് സമൂഹത്തിന്റെ ഭാഗമായി അവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങളൊരു കൂട്ടായ്മയുടെ സംഘടിപ്പിച്ചു. ഇതേപോലെ തന്നെ കൂട്ടായ്മയിലൂടെ നമ്മുടെ പ്രദേശത്തുള്ള ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. K. സജീവൻ അധ്യക്ഷത വഹിച്ചു. ഞാൻ സാറെ വിളിച്ച് ചോദിച്ചപ്പോ തന്നെ മറ്റൊരു പരിപാടി ഇല്ലെങ്കിൽ ഞാൻ നിർബന്ധമായി വരും എന്ന് പറഞ്ഞപ്പോ ഉച്ചക്ക് ബന്ധപ്പെടാൻ പറഞ്ഞപ്പോ സാർ നേരിട്ട് പോയി കണ്ട് അപ്പോ സാർ ഇവിടെ കൃത്യം സമയത്ത് തന്നെ മുമ്പായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നോമ്പ് തുറയുടെ സമയം ഒരു 6:40 ആകുന്നു എന്നതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ മതസാഹോദര്യത്തിന്റെ ഏറ്റവും വലിയ പേരുകേട്ട ഒരു കൂട്ടായ്മയുള്ള ഈ പ്രദേശത്ത് ആ കൂട്ടായ്മ 6:40 ശേഷം മാത്രമേ ആളുകൾ എത്തിച്ചേരൂ. അതിനു മുമ്പ് ഇതിന്റെ കൂടെ ഒരു മതേതര മതസൗഹാർദ്ദ ഇടകലർന്ന് ജീവിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ, അത് ഒരു വെള്ളവും ഒരു ചായയും ഒക്കെ കുടിച്ച് ഒന്നിച്ച് ഇരുന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് പിരിയുക എന്നത് ഏറ്റവും വലിയ ഒരു ആത്മബന്ധം കൂടുതൽ ഉണ്ടാക്കുക എന്നതുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചത്. വളരെ പരിമിതമായ സമയമേ നമുക്കുള്ളൂ. ഞാനതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. SI സുനിൽ തുഷാര ക്ലാസ് എടുത്തു. KK രജീഷ് സ്വാഗതം പറഞ്ഞു. വ്യക്തിബന്ധങ്ങൾ, കുടുംബബന്ധങ്ങൾ, നമ്മുടെ ആഴത്തിലുള്ള സ്നേഹബന്ധങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതാണ്. പെട്ട ആളുകളെ നമുക്ക് ചികിത്സിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുഞ്ഞു നാളിലെ ചൊട്ടയിലെ ശീലം ചുടലവനെ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ വളരെ കുഞ്ഞു പ്രായത്തിലെ കുട്ടികളെ തിരുത്താൻ നമുക്കാവണം. നമുക്ക് തിരുത്താനാവണമെങ്കിൽ ആദ്യം ആര് തിരുത്തണം? ഞാനിത് പറയണമെങ്കിൽ, എനിക്ക് ലഹരിക്കെതിരെ പറയണമെങ്കിൽ ആദ്യം ലഹരി ഉപയോഗിക്കാത്ത ഒരാളാണ് ഞാൻ മാറണ്ടേ. ഇപ്പൊ കുട്ടികളോട് നിങ്ങൾ കലഹിക്കരുത്, നിങ്ങൾ ഒന്നിനും ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും അടികൂടി നേരം വെളുപ്പിച്ചാൽ അങ്ങനെ ഉണ്ടാവും.